നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു തനി നാടൻ വിഭവമായിട്ടാണ് കപ്പ ചിക്കൻ വരട്ടിയത്. അപ്പൊ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ്, ഒരു നാടൻ രുചി എന്നൊക്കെ പറയല്ലോ. അപ്പം നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. കപ്പ എടുത്തിട്ടുണ്ട്, ഏതാണ്ട് 1 കിലോളം എടുത്തിട്ടുണ്ട്. വലിയ കപ്പ തന്നെയായിരുന്നു. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഏതാണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആണ് ആവശ്യത്തിന് വെള്ളം ഇട്ടാണ് വേവിക്കുന്നത്. അപ്പം അതിൻ്റെ വേവ് നോക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം. അങ്ങനെ ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഏതാണ്ട് ഒരു 500 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അപ്പം ഞാൻ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും വെക്കുന്നില്ല. ഒറ്റ വിസിൽ വന്നാൽ മതി, ആ ഒരു വേവ് മതി. അപ്പോൾ അതിനുശേഷം വെന്തതിന് ശേഷം നമ്മൾ എല്ലിൽ നിന്നിങ്ങനെ വിടർത്തിയിടുക. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി മിക്സ് ചെയ്യുമ്പോഴേ ഒന്ന് ഉടയ്ക്കുന്നുള്ളൂ കേട്ടോ, മാറ്റി വെക്കാം. അതുപോലെ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും വെച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എന്തെങ്കിലും പിച്ചി ഇടുന്ന പോലെ അങ്ങനെ ചെയ്ത് എടുക്കാൻ പോവാണ്. ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തതേ ഉള്ളൂ. ബോൺലെസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും അങ്ങനെ മാറ്റിയെടുക്കാമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. വരുമ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകണം. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പൊ സവാള ഞാനൊരു 4 ചെറിയ സവാളയാണ് നൈസായിട്ട് അരിഞ്ഞത്. അതിട്ട് കൊടുക്കാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പ് കപ്പയിലും അതുപോലെ തന്നെ ചിക്കനിലും ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി മാത്രം ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ്, സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം ചതച്ചതാണ്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഞാൻ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. സവാളയൊക്കെ ഒന്ന് വാടി മസാലയും ഒക്കെ ചേർന്ന് വന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. അപ്പം അതിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതാ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ച് ഇങ്ങനെ പിച്ചി വെച്ചിട്ടുള്ള ആ ചിക്കന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ അവിടെ ആവുന്നു, അതുപോലെ കപ്പയും റെഡി ആയിട്ട് ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി മതിയേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. നല്ല ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവിയതാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ട് ഏതാണ്ട് ഒരു 1/4 കപ്പ് 1 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 ചെറിയുള്ളി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു എന്താ അതിന്റെ കളർ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതപ്പോ തേങ്ങയുടെ കളറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കനും അതുപോലെ ആ മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച കപ്പ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ മിക്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് കപ്പ ഇങ്ങനെ വെന്തതാണ്, അതുകൊണ്ട് ഉടഞ്ഞു കിട്ടും. അപ്പൊ അങ്ങനെ ഉടച്ചെടുക്കുകയും കൂടി ചെയ്യുക. ഒരുപാട് അങ്ങ് ഉടക്കണ്ട, കുറച്ച് കഷ്ണമായിട്ട് നിന്നോട്ടെ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഉടച്ചു കൊടുത്തു. നിങ്ങൾക്ക് നന്നായിട്ട് ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉടയ്ക്കാത്തത് കൊണ്ടാണ് ഇതിൽ ചേർത്തതിന് ശേഷം ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഉടച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, തരിയായി പൊടിച്ചതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നും കൂടെ എല്ലാം മിക്സ് ആയി വരട്ടെ. അപ്പൊ ഇതാ നമ്മുടെ കപ്പ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. നമ്മൾ കപ്പ ബിരിയാണി വെക്കുന്ന പോലെയാണോ എന്ന് വെച്ചാൽ മസാലയൊക്കെ ആക്കിയിട്ടാണ് വെക്കുന്നത്, പക്ഷെ അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.